മലപ്പുറത്തേക്കാണ് പോകുന്നത്. അവിടെ വണ്ടൂരിൽ KCB ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി വരുന്നു. വൈദ്യുത ചാർജ് അടയ്ക്കാൻ ജീവനക്കാരൻ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആക്രമണം നടത്തിയെന്നാണ് പരാതി. ലൈൻമാൻ സുനിൽ ബാബുവിനാണ് മർദ്ദനമേറ്റത്. കയ്യിൽ വെട്ടുകത്തിയുമായി എത്തി തെങ്ങുകയറ്റ തൊഴിലാളിയായ സക്കറിയ സാദിഖ് എന്നയാളാണ് ആക്രമണം നടത്തിയത്. സക്കറിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുബഷീർ P. അക്ബർ ചേരുന്നു. മുബഷീർ, എന്താണ് സംഭവിച്ചത്? കറണ്ട് ബില്ല് അടക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കമാണ് ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറം വണ്ടൂർ KCB ഓഫീസിൽ പ്രവർത്തിക്കുന്ന സുനിൽ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ വിധത്തിൽ സുനിൽ ബാബുവിനാണ് മർദ്ദനമേറ്റത് എന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കറണ്ട് ചാർജ് അടക്കാൻ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായിട്ടുകൊണ്ടാണ് തച്ചുപറമ്പിൽ സക്കറിയ സാദിഖ് എന്ന് പറയുന്ന വ്യക്തി ഈ വിധത്തിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി KCBയുടെ ഓഫീസിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തെങ്ങുകയറ്റ തൊഴിലാളിയായ ഇദ്ദേഹം കയ്യിൽ വെട്ടുകത്തിയുമായി വന്ന് ഓഫീസിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കറണ്ട് ബില്ല് അടക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം ഫോണിൽ വിളിച്ച് ഇദ്ദേഹത്തോട് പറയുന്നു. ആദ്യഘട്ടത്തിൽ കറണ്ട് ബില്ല് അടക്കണമെന്ന് പറയുന്നു. ഇതിൽ പ്രകോപിതനായിട്ടാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഓഫീസിലെത്തി ഈ ഒരു ജീവനക്കാരനെ മർദ്ദിച്ചത് എന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. FIR ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് പോലീസ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇതിൽ കുറ്റാരോപിതനായ വ്യക്തി സാദിഖ് പറയുന്നത് താൻ അത്തരമൊരു മർദ്ദനം ഒന്നും തന്നെ നടത്തിയിട്ടില്ല. കറണ്ട് ബില്ല് അടക്കാം, നിങ്ങൾ ഫ്യൂസ് ചേരേണ്ട കാര്യമില്ല എന്നുള്ളത് ഓഫീസ് ഉദ്യോഗസ്ഥർ ആ ഒരു ഘട്ടത്തിൽ തന്നെ അറിയിച്ചതായിരുന്നു. എന്നാൽ അദ്ദേഹം പ്രകോപിതനായി സംസാരിച്ചതുകൊണ്ട് അത് ചോദിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങോട്ടേക്ക് വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന വ്യക്തി വ്യക്തമാക്കുന്നത്. എന്തായാലും ഓഫീസിൽ ഉൾപ്പെടെ കയറി ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഉൾപ്പെടെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു പരാതിയിൽ പോലീസ് അതിവേഗം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് മർദ്ദനം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി എന്നുള്ളതാണ് നമുക്ക് KCB ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലാണ് സുനിൽ ബാബുവിനെ പ്രവേശിപ്പിച്ചത്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഒരു പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടും ഇദ്ദേഹം വളരെ മോശമായി സംസാരിക്കുന്നത് ഉൾപ്പെടെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജീവനക്കാരോട് മോശമായി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശം ഇത്തരത്തിലുള്ള കത്തി പോലെയുള്ള സാധനങ്ങളും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, കറണ്ട് ബില്ല് അടക്കണമെന്നാവശ്യപ്പെട്ട ലൈൻമാനെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. പരാതിക്ക് ആസ്പദമായ സംഭവം. എന്തായാലും പോലീസിന്റെ നടപടി വളരെ വേഗത്തിൽ തന്നെ ഇതിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വിനീത.